കാട്ടാന ശല്യം മൂലം സ്വന്തം നാട്ടിൽ നിന്നും മാറിപ്പോകേണ്ടി വന്നിട്ടും 80-ാം വയസ്സിലും സുരക്ഷിതമായ ഒരു വീടെന്ന സ്വപ്നം കാണുകയാണ് ചെറുപുഴ പഞ്ചായത്തിലെ ആറാട്ടുകടവ് ഉന്നതിയിലെ കാണിക്കാരൻ കുഞ്ഞിരാമൻ. പകൽ സമയം മുഴുവൻ പുളിങ്ങോം ഭാഗമണ്ഡലം അന്തർ സംസ്ഥാന പാതയിലെ തേജസ്വിനി പുഴ പാലത്തിന്റെ അടിഭാഗത്താണ് കുഞ്ഞിരാമന്റെ ജീവിതം. അവിടെ ഇരുന്ന് ഓടകൾ വെട്ടി കൊട്ടകൾ നിർമ്മിച്ച് വിൽക്കുകയും ഇടവേളകളിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്നു. രാത്രിയായാൽ ബന്ധുവീട്ടിലേക്കാണ് മടങ്ങുന്നത്. ബന്ധുവീട്ടിൽ കൊട്ട നിർമ്മിക്കാൻ സ്ഥലസൗകര്യമില്ലാത്തതിനാലാണ് പാലത്തിനടിയെ ആശ്രയിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ആറാട്ടുകടവ് ഉന്നതിയിലെ 11 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിനായി ഓരോ കുടുംബത്തിനും പെരിങ്ങോം വയക്കര പഞ്ചായത്തിൽ 10 സെന്റ് സ്ഥലവും 6 ലക്ഷം രൂപ ധനസഹായവും അനുവദിച്ചു. ഇതിൽ 6 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായെങ്കിലും വെള്ളവും വൈദ്യുതിയും ലഭിക്കാത്തതിനാൽ താമസം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശേഷിക്കുന്ന 5 വീടുകളുടെ നിർമ്മാണം ഇപ്പോഴും വിവിധ ഘട്ടങ്ങളിലാണ്. കുഞ്ഞിരാമന്റെ വീടിന്റെ ചുമര് വരെയുള്ള ജോലികൾ മാത്രമാണ് പൂർത്തിയായത്. 2 ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചതെന്നും ശേഷിക്കുന്ന 4 ലക്ഷം രൂപ ലഭിക്കാത്തതാണ് നിർമ്മാണം നിലച്ചുപോകാൻ കാരണമെന്നും അദ്ദേഹം പറയുന്നു. പെൻഷൻ തുകയും കൊട്ട വിൽപ്പനയിൽ നിന്നുള്ള വരുമാനവും കൊണ്ടാണ് കുഞ്ഞിരാമന്റെ ജീവിതം മുന്നോട്ടു പോകുന്നത്. 1 വർഷം മുമ്പ് ഭാര്യ വെള്ളച്ചി മരിച്ചതോടെ അദ്ദേഹം തനിച്ചായി. ഇതിനിടെ കാട്ടാനയുടെ അക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടേണ്ടി വന്നതും ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കി. പെരിങ്ങോത്തെ പുതിയ വീടിന്റെ നിർമ്മാണം പൂർത്തിയായാൽ അവിടേക്ക് താമസം മാറാനാണ് കുഞ്ഞിരാമന്റെ ആഗ്രഹം. എന്നാൽ ആവശ്യമായ ധനസഹായവും അടിസ്ഥാന സൗകര്യങ്ങളും ഉടൻ ലഭ്യമാക്കി പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് നിർമ്മാണം നീണ്ടുപോകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.